വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM തേർഡ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. ഈ ഒരു പേപ്പറിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സിന്റെ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ വലിയൊരു പേപ്പറാണ് അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് 2 മാർക്സിൻ്റെ 8 ചോദ്യങ്ങളാണ് വരിക. അതിൽ 5 ആൻസർ കൊടുക്കണം. സജഷൻസ് നൽകുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു പരിപാടിയാണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങളിലോട്ടാണ് കിടക്കുന്നത്. 2 മാർക്കിൻ്റെ ആയതുകൊണ്ട് തന്നെ അത്ര ഒരു 3 സെൻറ്റൻസ് ഓരോന്നിനെ വെച്ച് പഠിച്ചു പോകേണ്ട ആവശ്യമുള്ളൂ. സോ നമ്മൾ ആദ്യം പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യം ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യങ്ങളാണ്. സോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താണ് നിർബന്ധമായും പഠിക്കുക. അതുപോലെ തന്നെ അതിൽ IND-AS ഉണ്ട്, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണ് അത് നോക്കണം, IND-ASനെ പറ്റിയിട്ട്. അതുപോലെ തന്നെ IFRS എന്താണ്, അതിലെ IFRS കൺവേർജൻസിൻ്റെ കൺസെപ്റ്റും കൂടി, കൺവേർജൻസ് അതും നോക്കി വയ്ക്കണം കേട്ടോ. ദെൻ പിന്നെ അതിലുള്ളത് ASB ആണ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്. അപ്പോൾ അതും നോക്കുക. അപ്പോൾ ഇതിൽ നിന്നൊരു ചോദ്യം ആണ് പ്രതീക്ഷിക്കുന്നത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, IND-AS, IFRS കൺവേർജൻസ്, ASB. ഓക്കെ, നെക്സ്റ്റ് അമാൽഗമേഷൻ എന്താണ്, അതുപോലെ തന്നെ 3 ടൈമുകളിൽ ഏതെങ്കിലും ഒരെണ്ണം, അബ്സോർപ്ഷൻ, അമാൽഗമേഷൻ, എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ. ഓക്കെ, കൂടുതൽ അമാൽഗമേഷൻ ആണ് പ്രതീക്ഷിക്കുന്നത്. അമാൽഗമേഷൻ, അബ്സോർപ്ഷൻ, അതുപോലെ തന്നെ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ. കൂടുതൽ അമാൽഗമേഷൻ എന്താണെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ഒരു ചാപ്റ്ററിൽ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യമാണ് പർച്ചേസ് കൺസിഡറേഷൻ. അതിൻ്റെ പല മെത്തേഡ്, കാൽക്കുലേറ്റിംഗ് പർച്ചേസ് കൺസിഡറേഷൻ എന്നുള്ളത് നമ്മൾ 5 മാർക്കിൻ്റെ ചോദ്യത്തിലും പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം മെത്തേഡ്സ് ഓഫ് അക്കൗണ്ടിങ് അമാൽഗമേഷൻ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. മെത്തേഡ്സ് ഓഫ് അക്കൗണ്ടിങ് അമാൽഗമേഷൻ, അത് പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡും പർച്ചേസ് മെത്തേഡും ആണ്. അപ്പോൾ അതിൻ്റെ കൺസെപ്റ്റ് നോക്കണം കേട്ടോ. പൂളിംഗ് എന്താണെന്ന്, പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡ് ആൻഡ് പർച്ചേസ് മെത്തേഡ്, ഇതാണ് നെക്സ്റ്റ് നോക്കണ്ടേ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യം. നെക്സ്റ്റ് ഹോൾഡിംഗ് കമ്പനി എന്താണ്, ഹോൾഡിംഗ് കമ്പനി ചാപ്റ്റർ ഉണ്ട്, അതിൽ നിന്ന് ഹോൾഡിംഗ് കമ്പനി എന്താണ്. അതുപോലെ തന്നെ സബ്സിഡിയറി കമ്പനി എന്താണ്. പിന്നെ അതിൻ്റെ കാൽക്കുലേഷൻ ഉണ്ട്, കാൽക്കുലേഷനിൽ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കുക. അതുപോലെ തന്നെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്ന് നോക്കുക. കാൽക്കുലേഷനിൽ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ കോസ്റ്റ് ഓഫ് കൺട്രോൾ എന്താണ്. അതുപോലെ തന്നെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്താണ്. അതുപോലെ തന്നെ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്താണ്, ഇതും നോക്കി വയ്ക്കണം കേട്ടോ. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൻ്റെ കൺസെപ്റ്റ്, പോസ്റ്റ് അക്വിസിഷൻ. പിന്നെ ഇതിലുള്ള മറ്റൊരു ടൈം എന്ന് പറയുന്നത് മൈനോറിറ്റി ഇൻട്രസ്റ്റ് ആണ്, നോക്കാം. അപ്പം ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം വരും, മൈനോറിറ്റി
ഇൻട്രസ്റ്റ്. ഓക്കെ, ഇതാണ് ഇതിൽ നോക്കേണ്ടത്. അപ്പോൾ 2 മാർക്സിൻ്റെ ആകുമ്പോൾ കൺസെപ്റ്റുകൾ നോക്കി പോവാ, ഒരെണ്ണം എക്സ്പെക്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ലിക്വിഡേഷൻ എന്താണ്, ഇൻസോൾവൻസി എന്താണ്, അതുപോലെ തന്നെ ലിക്വിഡേഷനിൽ അത് പറയാം. കമ്പൽസറി ലിക്വിഡേഷൻ, വോളണ്ടറി ലിക്വിഡേഷൻ അതുണ്ട്, അത് നോക്കി വയ്ക്കണം. കമ്പൽസറി ലിക്വിഡേഷൻ എന്താണ്, അതുപോലെ തന്നെ വോളണ്ടറി ലിക്വിഡേഷൻ എന്താണ്, ഓക്കെ, നോക്കേണ്ടതാണ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്താണ് നോക്കണം. അതുപോലെ തന്നെ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആരാണ്, സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്, പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്, ഇതൊക്കെ നോക്കാം കേട്ടോ. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്റപ്സി കോഡ് 2016 കൺസെപ്റ്റ് നോക്കണം. ദെൻ ഫൈനലി ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്, ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങിൻ്റെ കൺസെപ്റ്റ്, അത് എന്തായാലും ആ ചാപ്റ്ററിൻ്റെ ബേസാണ്, അത് നോക്കി വയ്ക്കുക. പിന്നെ നമ്മൾ ഇതിൻ്റെ മെത്തേഡ്സ് ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരെണ്ണം പലപ്പോഴും വരാറുണ്ട്. ഹ്യൂമൻ HR അക്കൗണ്ടിങ്ങിൻ്റെ മെത്തേഡ്സ്, അതിലേതെങ്കിലും ഒരു മെത്തേഡ്, അത് ഏതാ വരാമെന്ന് പറയാൻ പറ്റില്ല, എന്നാലും പ്രതീക്ഷിക്കുന്ന ഒരെണ്ണം. ഇപ്പോൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മെത്തേഡ് ഉണ്ട്, അതിലേതെങ്കിലും ഒരെണ്ണം. അപ്പോൾ ഇതാണ് നമ്മൾ 2 മാർക്സിൻ്റെ ചോദ്യങ്ങളിൽ പ്രതീക്ഷിക്കുന്നത്. വലിയൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇത്ര കൂടുതൽ ഓപ്ഷൻസ് നൽകുകയാണ് കേട്ടോ. ഓരോ ചാപ്റ്ററിൽ നിന്നും ഇതിൽ നിന്ന് ഓരോ ചോദ്യങ്ങൾ വീതം, അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററിൽ നിന്ന് 2 ചോദ്യങ്ങൾ വീതമൊക്കെയാണ് കണ്ടുവരാറ് ഞാനിപ്പോൾ ഇട്ടുള്ള ടോപ്പിക്സിൽ നിന്ന്. അങ്ങനെ ടോട്ടൽ 8 എണ്ണം, അല്ല 5 എണ്ണത്തിന് ആൻസർ കൊടുത്താൽ മതി. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ നിന്ന് ഒരെണ്ണം, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണ്, ഇൻഡേസ്, IFRS കൺവേർജൻസ് നോക്കുക, ASB നോക്കുക. ദെൻ അമാൽഗമേഷൻ, അബ്സോർപ്ഷൻ, എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം. പർച്ചേസ് കൺസിഡറേഷൻ എന്താണ്, അതിൻ്റെ മെത്തേഡ്സ്, പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡ്, പർച്ചേസ് മെത്തേഡ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം. ഹോൾഡിംഗ് കമ്പനി എന്താണ്, സബ്സിഡിയറി കമ്പനി എന്താണ്, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണ്, കോസ്റ്റ് ഓഫ് കൺട്രോൾ, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്, ദെൻ മൈനോറിറ്റി ഇൻട്രസ്റ്റ്, ദെൻ ലിക്വിഡേഷൻ എന്താണ്, ഇൻസോൾവൻസി, കമ്പൽസറി ലിക്വിഡേഷൻ, വോളണ്ടറി ലിക്വിഡേഷൻ, അതിൻ്റെ കൺസെപ്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്താണ്, പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്, പിന്നെ ലിക്വിഡേഷനിൽ ഈ പറയുന്ന ലിസ്റ്റ് B, ലിസ്റ്റ് A ഒക്കെയാണ് കൂടുതൽ. പിന്നെ ഡെഫിഷ്യൻസി, സർപ്ലസ്, ഇതൊക്കെയാണ് പിന്നെയുള്ളത്, കൂടുതൽ വരുന്നതാണ് ഞാൻ തന്നിട്ടുള്ളത്. പിന്നെ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്റപ്സി കോഡ് 2016 നോക്കി വയ്ക്കുക. ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്, അതിൻ്റെ മെത്തേഡ്സിൽ ഏതെങ്കിലും ഒരെണ്ണം. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ കേട്ടോ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സിൻ്റെ ചോദ്യങ്ങളുടെ സജഷൻസുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.